ഗുഡ് മോർണിംഗ്. ഫൈനലി നമ്മുടെ സോളോ ട്രിപ്പ് പ്ലാൻ ചെയ്ത് സ്റ്റാർട്ടായിരിക്കുകയാണ്. ആക്ച്വലി എനിക്കറിയില്ല ട്രാവൽ വ്ളോഗ് എങ്ങനെ ഷൂട്ട് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് ഹാവ് ദി എക്സ്പീരിയൻസ് ബിഫോർ. ബട്ട് ഒരാഗ്രഹം, ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് സോളോ പോകണം, അത് ഷൂട്ട് ചെയ്യണം, യൂട്യൂബ് ചാനൽ ഇടണം എന്നൊക്കെ. അതെന്തായാലും ഞാൻ ഇവിടെ നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ ഡെസ്റ്റിനേഷൻ മൂന്നാറാണ്. നമ്മളവിടെ 3 പോയിൻറ്റ്സാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് പറയാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഫൈനലി നമ്മളിപ്പോൾ തേക്കടി വഴിയിട്ടാണ് മൂന്നാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ കറക്റ്റ് ഡെസ്റ്റിനേഷൻ വന്നിട്ട് തേക്കടി കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നൊരു 150 കിലോമീറ്റർ ഉണ്ട് മൂന്നാർ പോകാൻ വേണ്ടിയിട്ട്. ബ്രേക്ക് കുറവാണ്. ഓക്കെ, അമ്പത് കിലോമീറ്റർ ആകുമ്പോൾ നമ്മൾ മൂന്നാർ റീച്ചാവും. നല്ല തണുപ്പുണ്ട് പോകുന്ന വഴിക്കെല്ലാം. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ശാന്തമ്പാറയിലാണ് ഇപ്പോൾ ഉള്ള. ഇവിടുത്തെ കുറച്ചും കൂടി ഉള്ളു മൂന്നാറ്. 40 കിലോമീറ്റർ വരും. ഇപ്പൊ സമയം 10 മണിയായിട്ടുണ്ട്. നമ്മളൊരു 11:30യോടുകൂടി മൂന്നാർ എത്തും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നോക്കാം. അയ്യോ, എന്റെ നടു പോയി ഗായ്സ്, ഭയങ്കര വേദന. നമ്മളിപ്പോ മൂന്നാറ്, ഞാനിപ്പം ആക്ച്വലി നോക്കിക്കൊണ്ടിരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ആനയിറങ്കൽ ഡാമാണ്. ആനയിറങ്കൽ ഡാമിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. ഞാൻ നോക്കി വെച്ചേക്കുന്ന ലൊക്കേഷൻ അതാണ്. അപ്പം അവിടെ ആദ്യം കയറിയിട്ട് നമുക്ക് അകത്തോട്ട് പോകാം. ഫൈനലി നമ്മൾ പൂപ്പാറ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ കൂടി പോകുമ്പോൾ നമുക്ക് ആനയിറങ്കൽ എത്താം. ആനയിറങ്കൽ ഡാം വേണ്ടി എല്ലാവരും നോക്കിക്കൊണ്ടൊക്കെ പോകുന്നു കഴിച്ച്. ഫൈനലി നമ്മളൊരു 80-85 കിലോമീറ്ററൊക്കെ ട്രാവൽ ചെയ്ത് ആനയിറങ്കൽ ഡാമിൻ്റെ ഒരു സൈഡിൽ വന്നിട്ടുണ്ട്. നമുക്ക് കാണാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. നല്ല അടിപൊളി വ്യൂ ആണ് സംഭവം. ഇത് ആനയിറങ്കൽ ഡാമിൻ്റെ ഒരു സൈഡെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ബോട്ടിങ് ചെയ്യാൻ പറ്റും. ഇവിടെ ബോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നൊരു സൈഡാണ്. ഉള്ള ടിക്കറ്റ് കൗണ്ടർ അവിടെയാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ, എൻട്രി ഫീസ് അഡൽട്ട് 50, ചിൽഡ്രൻ 30. അവിടെ പോയി ടിക്കറ്റ് എടുത്താൽ അതിൻ്റെ അകത്ത് കൂടി പോയിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അതുവഴി തന്നെ നമുക്ക് ഈ ഒരു ഡാമിൽ ബോട്ടിങ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബോട്ടിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. നമുക്ക് ബോട്ടിംഗ് ഒക്കെ എൻജോയ് ചെയ്ത് ഫാമിലി ആയിട്ട് വന്നാലും ഫ്രണ്ട്സായിട്ട് വന്നാലും അടിച്ചു വിളിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇനി നമുക്ക് അടുത്ത ഈ ഡാമിൻ്റെ തന്നെ മറ്റേ സൈഡിലേക്ക് പോകാം. ഇവിടെ നിന്നൊരു 10 കിലോമീറ്ററോളം നമ്മളിവിടെ നിന്ന് ട്രാവൽ ചെയ്യേണ്ടതുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആനയെ കാണാൻ പറ്റും. നോക്കാം, വിട്ടാലോ? ഗൂഗിൾ മാപ്പ് നമ്മളെ ചതിച്ചു ഗൈസ്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ വന്നിട്ട് ആനയിറങ്കൽ ഡാമിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള ലൊക്കേഷനാണ് ശരിക്കും. ഇത് ഫുള്ള് കാട് വഴിയാണ്. അപ്പം ഇവിടെ ഒരു വഴി ഉണ്ടായിരുന്നു, പക്ഷേ അത് അടച്ചിട്ടേക്കുക. കേരള ഫോറസ്റ്റ് അടച്ചിട്ടേക്കുക. ഞാൻ കാണിച്ചു തരാം. ഈ വഴിയാണ് ഗൂഗിൾ മാപ്പ് കാണിച്ചത്, പക്ഷെ അതിപ്പോൾ ബ്ലോക്ക് ചെയ്തേക്കുക. ഇവിടെ എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നെന്ന് തോന്നുന്നു. ഈ നമ്മൾ ആനയിറങ്കൽ ഡാമിൽ ആന വെള്ളം കുടിക്കുന്ന വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഒരു വ്യൂ പോയിന്റിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ബട്ട് ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് അതൊന്നും ആനയൊന്നും ഇല്ല. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് വ്യൂ കാണിച്ചു തരാം. അത് കണ്ടോ, നമ്മളിപ്പോൾ കണ്ടിട്ട് വന്ന ആനയിറങ്കൽ ഡാമിൻ്റെ വെള്ളമാണ്. ഇപ്പം നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്ത് ഇവിടെ വന്നപ്പം കണ്ടോ, ചിന്നക്കനാൽ വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് ആ വെള്ളത്തെ കാണാൻ പറ്റും. അപ്പം നമ്മൾ അത്രയും താഴത്ത് നിന്നാണ് കറങ്ങി മേലി വന്നത്. നല്ല ഭംഗിയില്ലേ?
വ്യൂ കാണാനായിട്ട്. പ്ലാൻ ചെയ്ത പോലെ തന്നെ റീച്ച് ആയിരിക്കുന്നു. ഫൈനലി നമ്മൾ ഭക്ഷണം കഴിച്ചു, മൂന്നാറെത്തി. ഇനി നമ്മൾ റിപ്പിൾ വാട്ടർഫാൾസിലോട്ടാണ് പോകുന്നത്. ഇക്കൂട്ടത്തിലെ ഏറ്റവും ബെസ്റ്റ് വാട്ടർഫാൾസ് ഇവിടെയാണെന്നുള്ള റിവ്യൂ കണ്ടിട്ട് അങ്ങോട്ട് പോവാണ്. ഇപ്പം ഇവിടെ നിന്ന് ഇനി ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. ഞാനിപ്പം ഓൾറെഡി ഒരു 15 കിലോമീറ്റർ ഓടി കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കറക്റ്റ് റിപ്പിൾ വാട്ടർഫാൾസിൽ. ഓക്കെ, ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. വാട്ടർഫാൾസിലേക്കുള്ള എൻട്രി ടിക്കറ്റ് എടുത്തു. 25 റുപ്പീസാണ് പെർ ഹെഡ് വന്നിട്ട്. ഇവിടെ നമുക്ക് ഒത്തിരി ഷോപ്പൊക്കെ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ, ടീ മേടിക്കണം, കഴിക്കണം എന്നുണ്ടെങ്കിൽ. സിപ്പ് ലൈൻ ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ കിഡ്സൊക്കെ ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്യാൻ വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലത്തെ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇനി കുറച്ചുകൂടി പോകാനുണ്ട് നമ്മുടെ വാട്ടർഫാൾസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ആക്ച്വലി വെള്ളം ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ തോന്നുന്നു. കാരണം ഒത്തിരി പാറ ഉണ്ടോ, നല്ല ഭംഗിയുണ്ട്. ആക്ച്വലി ശരിക്കും നല്ല ഭംഗിയുണ്ട് എൻജോയ് ചെയ്യാനായിട്ട്, കാണാനും. പക്ഷെ വെള്ളം കുറവായതിൻ്റെ ഒരു ഭംഗിക്കുറവേ ഉള്ളൂ. പക്ഷെ വെള്ളം ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും ഇവിടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ. അപ്പം നമ്മൾ വെള്ളമുള്ള സമയം നോക്കി വരുവാണെങ്കിൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. ശരിക്കും നമുക്ക് മൂന്നാറിന്ന് ഒരു 20-25 കിലോമീറ്റർ അകത്തേക്ക് വരുമ്പോഴാണ് ഈ ഒരു സ്പോട്ടുള്ളത്. ഞാൻ ലൊക്കേഷൻ ഡീറ്റെയിൽസൊക്കെ വീഡിയോയിൽ തന്നെ കൊടുക്കാം. പിന്നെ ഇവിടെ നമുക്ക് ഇത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഒത്തിരി ഗൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. അത് നമ്മുടെ വാട്ടർഫോൾസ് ഇത് കൂടി താഴെ ഇറങ്ങി പോകണം. ഒത്തിരി താഴേക്ക് പോകുമ്പം നമുക്ക് വ്യൂ ഒക്കെ കാണാൻ പറ്റും നല്ല രീതിക്ക്. അവിടെ കുളിക്കാൻ സൗകര്യങ്ങൾ ഇവർ തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ വരുന്നത് വെള്ളമുള്ള സമയത്ത്, ഇത്തിരി വെള്ളമുള്ള സമയത്ത് നോക്കി വരുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫാമിലി കിഡ്സായിട്ടും ബാച്ചിലേഴ്സ് ആണെങ്കിൽ പോലും എൻജോയ് ചെയ്യാൻ സാധിക്കും. അയ്യോ കാണാൻ പറ്റും, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനാണത്. സോ വി ഷുഡ് ചെക്ക് എങ്ങനെ ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ റിപ്പിൾ വാട്ടർഫോൾസ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല അടിപൊളി ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി പോകാൻ പറ്റും. അതിൻ്റെ സൗകര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. താഴെ പോയി നിന്ന് കുളിക്കണമെങ്കിൽ കുളിക്കാം, ഫോട്ടോസ് എടുക്കണമെങ്കിൽ എടുക്കാം, വീഡിയോസ് എടുക്കണമെങ്കിൽ എടുക്കാം. നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് പ്രൈവറ്റ് വാട്ടർഫോൾ പോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി സ്പോട്ടാണ് അല്ലേ? ബ്യൂട്ടിഫുൾ. ഇത് ആക്ച്വലി നമ്മുടെ ഗവൺമെൻറ് അണ്ടറിലാണ് ഉള്ളത്. ഒത്തിരി ടൂറിസ്റ്റ് ആൾക്കാർ വരുന്നു. മൂന്നാർ വരുന്ന ഒത്തിരി പേര് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാതെ പോകാറില്ല. നമുക്ക് കാണാൻ പറ്റും. റിപ്പിൾ വാട്ടർഫോൾസിൻ്റെ ഏറ്റവും എൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. ഇവിടെ കുറച്ച് ഇരിക്കാം.
ആക്ച്വലി എനിക്ക് കുറച്ച് ട്രാവൽ ബ്ലോഗ് ചെയ്യുന്നതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ട്. ആക്ച്വലി എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ട്രാവൽ ബ്ലോഗ് ഷൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ദെൻ ഇവിടം വരെ ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തിട്ടുണ്ട്. കുറച്ച് പോരായ്മകളാണ്, അതൊക്കെ നമുക്ക് പോകുന്ന വഴിയെല്ലാം ശരിയാക്കാം. ഓക്കെ, ഈ വീഡിയോ കണ്ടതിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ ഒത്തിരി നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നവരെ സ്റ്റേ ട്യൂൺ.